ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഋഷഭ് പന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. T20 റാങ്കിങ്ങിൽ ഇപ്പോൾ ഋഷഭ് പന്ത് 100 സ്ഥാനങ്ങൾക്കും അപ്പുറമാണ്. T20 ഋഷഭ് പന്തിന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. സഞ്ജു T20യിൽ മികച്ച കളി കാഴ്ചവെക്കുമ്പോൾ ഋഷഭ് പന്തിന് ഇനി T20 ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല. ജനുവരിയിൽ നടക്കുന്ന T20യിൽ ഋഷഭ് പന്തിനെ എടുക്കരുതെന്നാണ് കോച്ച് ഗംഭീർ ഇപ്പോൾ BCCയോട് പറഞ്ഞിരിക്കുന്നത്. ഗംഭീർ ഋഷഭ് പന്തിനെ വിലക്കിയിരിക്കുകയാണ്. ഋഷഭ് പന്തിന് ഇനി T20യിൽ കളിക്കാൻ സാധിക്കില്ല. ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രമായിരിക്കും ഋഷഭ് പന്ത് കളിക്കാൻ പോകുന്നത്. സഞ്ജുവിനെ വളർത്തിയെടുക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. ഋഷഭ് പന്തിന് ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമെന്ന് ആരും കരുതിയില്ല. പണ്ട് ഋഷഭ് പന്ത് ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും കളിച്ചിട്ടുണ്ടായിരുന്നു. ദ്രാവിഡ് കോച്ചിങ് ആയപ്പോൾ പന്തിനാണ് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നത്. സഞ്ജു സൈഡ് ബെഞ്ചിലായിരുന്നു. എന്നാൽ കോച്ച് ഗംഭീർ വന്നപ്പോൾ ഋഷഭ് പന്തിന്റെ സ്ഥാനം തെറിച്ചിരിക്കുകയാണ്. T20യിൽ നിന്ന് ഋഷഭ് പന്തിനെ വിലക്കിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു ഇപ്പോൾ T20യിൽ ഓപ്പണിംഗ് സ്ഥാനം ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ സഞ്ജുവിനെ ക്യാപ്റ്റൻസി കൊടുക്കാനാണ് ഇപ്പോൾ BCCയുടെ തീരുമാനം. ഹാർദിക് പാണ്ഡ്യയെ BCCക്ക് താല്പര്യമില്ല. പാണ്ഡ്യയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇഞ്ചുറി പറ്റാം. അതുകൊണ്ട് പെർമനന്റ് ആയിട്ടാണ് സൂര്യകുമാറിനെ ക്യാപ്റ്റനാക്കിയത്. ഇപ്പോഴിതാ T20 ക്രിക്കറ്റിൽ പെർമനന്റ് ആയിട്ട് ഇന്ത്യൻ ടീമിന് ഒരു വൈസ് ക്യാപ്റ്റൻ എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല സഞ്ജുവാണ്. കോച്ച് ഗംഭീറാണ് ഇക്കാര്യം BCCയോട് പറഞ്ഞിരിക്കുന്നത്. വരാൻ പോകുന്ന T20 സീരീസിൽ സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യണം. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ട് T20യിലായിരിക്കും സഞ്ജു വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇനി അങ്ങോട്ട് സഞ്ജുവിന്റെ കയ്യിലാണ് T20 ടീം. സൂര്യയ്ക്ക് ഓൾറെഡി സഞ്ജുവിന് ഇഷ്ടമാണ്. സഞ്ജുവും സൂര്യയും ഒന്നിച്ചാൽ പിന്നെ ആർക്കും അവിടെ വിലങ്ങതടിയാവാൻ സാധിക്കില്ല. കോച്ചിന്റെയും ക്യാപ്റ്റന്റെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ സഞ്ജുവിന് ഒരുപാട് കാലം ഇന്ത്യൻ ടീമിൽ കളിക്കാൻ സാധിക്കും. ഇനി സഞ്ജു വെറും ഒരു ഓപ്പണർ മാത്രമല്ല, ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.